ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണേ. സോ മക്കളെ, നമ്മുടെ 8 CBSE പുറത്തിറക്കിയ NCERT പുറത്തിറക്കിയ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. പല സ്കൂളുകളിലും ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ടേസ്റ്റ് പിടികിട്ടിയിട്ടുണ്ടാവും. അതിലൊരുപാട് മാറ്റങ്ങൾ പഴയ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉള്ള സിലബസ് തന്നെയാണ് പുതിയ സിലബസ് എന്ന് പറയുന്നത്. സോ അതിൽ ബയോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ ദ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ ബയോളജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട, ബയോളജി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട 2 ആക്ടിവിറ്റികളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്നും നമ്മുടെ മക്കളുടെ കൂടെ സൈലമുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഇതിനോടകം തന്നെ നിങ്ങൾക്കറിയാം, 8ാം ക്ലാസ് ട്യൂഷൻ്റെ ഓൺലൈൻ ബാച്ചാണ് യോധ ബാച്ച്. അപ്പോൾ യോധ ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാം. അപ്പോൾ യോധ ബാച്ചിൽ നമ്മളെ പഴയ ഓൾഡ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്ലാസ്സുകളും പാരലലി നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ചില സ്കൂളുകൾ പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ NCERTയിലേക്ക് മാറിയ സ്കൂളുകളുമുണ്ട്. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ബാച്ചിലുള്ള അല്ലെങ്കിൽ 2 തരത്തിലുള്ള കുട്ടികളും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ സൈലം റെഡിയാണ്, തയ്യാറാണ്. സോ അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾക്ക് 8ാം ക്ലാസ് ട്യൂഷൻ, അതായത് ഇപ്പോൾ പഴയ NCERT ഫോളോ ചെയ്യുന്ന സ്കൂളുകളിലെ കുട്ടികളായാലും പുതിയ NCERT നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ കാര്യമായാലും, ഇത് രണ്ടും തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച്. സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ്. സോ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. സാധാരണഗതിയിൽ ഒരു ട്യൂഷന് നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്യൂഷന് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര പൈസ, നമുക്ക് കുറേ പൈസ ആവശ്യമായിട്ടുണ്ട് അല്ലെ, മണിക്കൂറിനൊക്കെ നമ്മൾ പൈസ നൽകേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ നിസ്സാരം 3250 രൂപക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതും എക്സാമിനേഷൻസും, അതുപോലെ തന്നെ ഡെയിലി ഒരു ചാപ്റ്റർ നമ്മൾ പാർട്ടുകളായിട്ടാണ് പഠിപ്പിക്കുക. ആ പാർട്ടുകളിൽ തന്നെ DPP ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ചിൽ റൺ ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഡെയിലി ലൈവ് ക്ലാസ്സസ്, ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മക്കളെ, സ്ലൈഡും നോട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ബാച്ചിൽ. PYQ ഡിസ്കഷനും നമ്മൾ നടത്തുന്നുണ്ട്. ചാപ്റ്റർ വൈസ് ടെർമിനൽ, ബോർഡ്, മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ ഈ ഒരു ബാച്ചിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാൾ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭ്യമാകും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ. പിന്നെ കമ്മ്യൂണിറ്റി കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ആപ്പിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. സോ പുതിയ NCERT സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ ഉറപ്പുവരുത്തണം. സോ ന്യൂ NCERT മാത്രമല്ല, പഴയ NCERTയുടെ ക്ലാസ്സുകളും പാരലലി റൺ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു ബാച്ച് ചെക്ക് ചെയ്ത് ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം. നിസ്സാരം 3250 രൂപയാണ് നമ്മുടെ ബാച്ചിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് നമുക്കറിയാം, ഓഗസ്റ്റ് മാസത്തിലാണ് സ്വാതന്ത്ര്യദിനം, August 15 ആണ് സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഫ്രീഡം ടു എക്സൽ ഓഫറിൻ്റെ ഭാഗമായി 10% ഓഫ്, നിലവിലെ MRPയിൽ 10% ഓഫ് ലഭിക്കുന്നുണ്ട്. അതിന് FTE 10 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് 2925 രൂപയ്ക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു വർഷത്തേക്കാണെന്ന കാര്യം ഓർക്കണം, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ് ഞങ്ങൾ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആരും തന്നെ മിസ് ചെയ്യരുത്, ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. സോ ഇന്ന് സാറ് വന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ
അതിനു വേണ്ടി തീർച്ചയായിട്ടും നമുക്കൊരു മൈക്രോസ്കോപ്പിന്റെ ആവശ്യകതയുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. മൈക്രോസ്കോപ്പിന്റെ ആവശ്യകത തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ആക്ടിവിറ്റിയാണ് ഒബ്സർവിങ് ഓണിയൻ പീൽ സെൽസ്. ഓണിയൻ പീൽ സെൽസിനെ ഒബ്സർവ് ചെയ്യുന്ന എക്സ്പെരിമെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ചീക്ക് സെല്ലിന്റെ ഒബ്സർവേഷൻ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നത് ചീക്ക് സെൽസ് എന്ന് പറയുമ്പോൾ അതൊരു ആനിമൽ സെല്ലാണ് അല്ലെ. ചീക്ക് സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആനിമൽ സെല്ലിന് എക്സാമ്പിൾ ആണ്. ആനിമൽ സെല്ലാണ്. അതുപോലെ തന്നെ ഓണിയൻ പീൽ സെൽ എന്ന് പറയുമ്പോൾ ഓണിയൻ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്, പ്ലാന്റ് സെല്ല്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടികളെ, നമ്മൾ ഒബ്സർവ് ചെയ്യാനായി പോകുന്നത് പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയുമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്താ പറയുന്നത്? ടേക്ക് എ ക്ലീൻ ഓണിയൻ ബൾബ്. നമ്മൾ ഒരു ഉള്ളിയുടെ കഷ്ണം എടുക്കാം കേട്ടോ. ഓക്കെ, ക്ലീൻ ഓണിയൻ ബൾബ്. എന്നിട്ട് വെർട്ടിക്കലി കട്ട് ചെയ്യണം. എങ്ങനെ കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കലി നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമ്മളൊരു ഒണിയൻ എടുത്തു, വെർട്ടിക്കലി കട്ട് ചെയ്തു. എന്നിട്ട് ഒരു ഫോർസെപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോർസെപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഉള്ളിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും അകത്തുള്ള വളരെ നേർത്ത ലെയർ ഉണ്ട്, ഉള്ളിയുടെ ഏറ്റവും നടുക്കുള്ള വളരെ നേർത്ത ലെയർ, ആ ലെയർ നമ്മൾ എടുക്കണം. യൂസിങ് ഫോർസെപ്സ് ടു ജെന്റ്ലി പുൾ ഔട്ട് തിൻ ട്രാൻസ്പെറൻറ്റ് ഇന്നർ ലെയർ. അതിന് ഒണിയൻ പീൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ ഏറ്റവും അകവശത്തുള്ള വളരെ നേർത്ത, വളരെ ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തിപ്പുറത്ത് കാണാൻ പറ്റും, അത്തരത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ നേർത്ത ലെയർ ആ ഒണിയൻ പീൽ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ സ്റ്റെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നിറം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മൈക്രോസ്കോപ്പിൽ ഇത് വെച്ച് നമ്മൾ വ്യൂ ചെയ്യണമെങ്കിൽ ഇതിൽ കളറേഷൻ കിട്ടണം, കളർ ഇതിനകത്ത് ചേരണം. അപ്പോൾ കളർ ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്ലെയിൻ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കമ്പോണൻസിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റെയിനിങ് ചെയ്യണം. സോ സ്റ്റെയിനിങ് ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാഫ്രാനിൻ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഒരുപാട് സ്റ്റെയിനിങ് സൊല്യൂഷൻ ഉണ്ട്. മെത്തിലീൻ ബ്ലൂ ഉണ്ട്, പിന്നെ സഫ്രാനിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇത്തരം കളറിങ് ഏജൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സാഫ്രാനിനാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ആ സെല്ലിലേക്ക്, ഇവിടെ കാണാം നമ്മൾ സെല്ലെടുത്തു, പെട്രി ഡിഷിൽ വെച്ച സെല്ലിലേക്ക് 1 ഡ്രോപ്പ് ഓഫ് സാഫ്രാനിൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് 30 സെക്കൻഡ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയിന് കൃത്യമായി ഈ സെല്ലുകളിലേക്ക് വ്യാപിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സെല്ലുകൾക്ക് കളർ ലഭിച്ചിരിക്കുന്നു, ആ പീലിലെ സെല്ലുകളിലേക്ക് കളർ ലഭിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ചോദിച്ചോളൂ, നമുക്ക് ഈ സ്റ്റെയിൻ എന്ന് പറയുന്നത് അധികമായാലും പ്രശ്നമാണ്. നമ്മൾ പറയാറില്ലേ, അധികമായാൽ അമൃതും വിഷമാണെന്ന് പറയാറുണ്ട്. സോ നമുക്ക് ആവശ്യത്തിന് സ്റ്റെയിൻ മതി. അധികം സ്റ്റെയിൻ വന്നാൽ നമുക്ക് വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. സോ അതുകൊണ്ട് ഈ എക്സസീവ് സ്റ്റെയിനിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഈ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് വെക്കും. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ പീലിലേക്ക് നമ്മൾ സാഫ്രാനിൻ ഡ്രോപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിന് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നതിൻ്റെ കാരണം എക്സസീവ് സ്റ്റെയിനിനെ റിമൂവ് ചെയ്ത് കളയാനാണ്. ഓക്കെ, നോ എക്സസീവ് ഈ സ്റ്റെയിൻ ഒക്കെ റിമൂവ് ആയി കഴിഞ്ഞിരിക്കുന്നു. എക്സസീവ് സ്റ്റെയിൻ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ മറ്റൊരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതാണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. പ്ലേസ് ദ പീൽ ഓൺ ഗ്ലാസ് സ്ലൈഡ്. നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിൻ്റെ മുകളിൽ വെച്ചു. ഒരു തിൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വെക്കാം. നമ്മൾ വളരെ നേർത്ത സാധനമാണ്, അപ്പോൾ ഇതിൽ ഡാമേജ് ഒന്നും വരാത്തത്. അപ്പോൾ വളരെ നേർത്ത ഒരു സോഫ്റ്റ് ബ്രഷ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒണിയൻ പീലിനെ ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലാസ് സ്ലൈഡിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കോളൂ. ഇനി നമ്മൾ ഡ്രോപ്പ് ഓഫ് ഗ്ലിസറിൻ, നമ്മളിതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യും. ബിക്കോസ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒണിയൻ പീല് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ആ ഗ്ലാസ് സ്ലൈഡിലേക്ക് വെച്ചിരിക്കുന്ന ഒണിയൻ പീല് നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡ്രൈ ആവും. ഓക്കെ, ആ ഡ്രൈ ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഗ്ലിസറിൻ ഉറ്റിക്കുന്നത്. സോ ഇതിൻ്റെ റോള് പഠിക്കണം. വി ആർ ആഡിങ് എ ഡ്രോപ്പ് ഓഫ് ഗ്ലിസറിൻ ടു ദി ഓണിയൻ പീൽ ടു പ്രിവെൻറ്റ് ഡ്രൈയിങ്. അത് ഡ്രൈ ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഓൾസോ ടു ഇംപ്രൂവ് ദി വിഷ്വൽ ക്ലാരിറ്റി. ആ ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആണ്.
കെയർഫുള്ളി പ്ലേസ് എ കവർ സ്ലിപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വി ആർ ടേക്കിംഗ് കവർ സ്ലിപ്പ്. കവർ സ്ലിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്ലാസ് നിർമ്മിതമായ വളരെ ചെറിയ ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് പല ആകൃതിയിലും കാണാം, സ്ക്വയർ ആകൃതിയിലും സർക്കുലർ ആകൃതിയിലൊക്കെ കാണാം. ഇവിടെ ചിത്രത്തിൽ നമുക്കൊരു സ്ക്വയർ ആകൃതിയിലുള്ള ഒരു കവർ സ്ലിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കവർ സ്ലിപ്പ് ആഡ് ചെയ്യണം. നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം ആ കവർ സ്ലിപ്പ് വെക്കുന്ന സമയത്ത് കൃത്യമായി 45 ഡിഗ്രി ചെരിവിൽ വെച്ചുകൊണ്ട് നമ്മളെ ഫോണിൽ നമ്മൾ സ്ക്രീൻ കവർ അല്ലെങ്കിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ക്രീൻ കാർഡ് ഒട്ടിക്കുമ്പോൾ എങ്ങനെ ഒട്ടിക്കുക? എയർ ബബിൾ കയറാത്ത രീതിയിൽ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതുപോലെ എയർ ബബിൾ ഒഴിവാക്കാനാണ്. അപ്പോൾ അതുപോലെ എയർ ബബിൾ ഒഴിവാകുന്ന രീതിയിൽ നമ്മൾ കവർ സ്ലിപ്പ് അവിടെ പ്ലേസ് ചെയ്യണം. കെയർഫുള്ളി പ്ലേസ് എ കവർ സ്ലിപ്പ് വിത്തൗട്ട് ട്രാപ്പിംഗ് എയർ ബബിൾസ്. എയർ ബബിൾസ് അതിൽ വരാത്ത രീതിയിൽ നമ്മളത് ചെയ്യണം. എന്നിട്ട് എക്സ്ട്രാ ഗ്ലിസറിൻ നമ്മൾ വൈപ്പ് ഓഫ് ചെയ്യണം. അതിലുള്ള ബാക്കിയുള്ള എക്സ്ട്രാ ഗ്ലിസറിൻ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് ബാക്കിയുള്ള ഗ്ലിസറിൻ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യണം. കാരണം ഇത് നമ്മളെ വിഷനെ ബാധിക്കും എക്സസീവായിട്ട് ഉണ്ടെങ്കിൽ. അത് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മൾ അത് നോക്കും. ഓക്കെ, മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. മൈക്രോസ്കോപ്പിൻ്റെ ഈ സ്റ്റേജിൽ നമ്മൾ വെച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും കേട്ടോ. അതായത് നമ്മളെ ചുമരിൽ ബ്രിക്ക് കട്ടകളെ പോലെ ബ്രിക്ക് നമ്മളിങ്ങനെ കല്ലുകളിങ്ങനെ അട്ടി വെച്ച് ചുമര് കെട്ടുന്ന പോലെ ഇവിടെ ഒരുപാട് റെക്ടാങ്കുലാർ ഷേപ്പിൽ ഒരുപാട് ബ്ലോക്ക് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഓണിയൻ പീലിലെ സെല്ലുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സാധനങ്ങൾ പ്രധാനമായിട്ട് കാണാം. സെൽ വാളും ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും പ്രധാനമായും കാണുന്ന സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഏറ്റവും പുറമെ സെൽ വാള്, പിന്നെ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഒബ്വിയസ്ലി സെൽ വാള് കഴിഞ്ഞ് തൊട്ടുള്ളിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് കാണാം, പിന്നെ സൈറ്റോപ്ലാസം കാണാൻ പറ്റും. സോ ഇതാണ് നമുക്ക് ആ ഒരു വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ചീക്ക് സെല്ല് ഒബ്സർവ് ചെയ്യണം. ചീക്ക് സെൽ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ നമ്മൾ ചീക്ക് സെല്ല് തന്നെ കവിളിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുക കേട്ടോ. കവിളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുക. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ വായ ഒന്ന് കഴുകണം. ഓക്കെ, റിൻസ് യുവർ മൗത്ത് വിത്ത് വാട്ടർ. വായ ഒന്ന് കുലുക്കി തുപ്പാം. ഓക്കെ, അത്രേ ഉള്ളൂ. യൂസിങ് എ ക്ലീൻ ടൂത്ത് പിക്ക്, ഒരു നല്ല വൃത്തിയുള്ള, കാരണം നമ്മൾ വായ്ക്കകത്തേക്ക് എടുത്തതാണ്. സോ നല്ല വൃത്തിയിലുള്ള ടൂത്ത് പിക്ക് തന്നെ എടുക്കണം. എന്നിട്ട് ജെന്റിലി സ്ക്രാപ്പ്, ഒരിക്കലും ശക്തിയായി ഉരക്കാനല്ല പറയുക, വളരെ ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഉള്ളിൽ നമുക്ക് കവിളിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക, ഇൻസൈഡ് യുവർ ചീക്ക്. അപ്പോൾ നമുക്കൊരു അതിലൊരു ചെറിയ എന്താ പറയുക കവിളിൻ്റെ ഉള്ളിലുള്ള സെൽസ് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക? പ്ലേസ് ദ സാമ്പിൾ ഇൻ വാട്ടർ ഓൺ എ സ്ലൈഡ്. നമ്മളൊരു സ്ലൈഡ് എടുക്കുന്നു. ഓക്കെ, ഒരു സ്ലൈഡ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഒരു ഗ്ലാസ് സ്ലൈഡ് ഉണ്ട്. ഗ്ലാസ് സ്ലൈഡ്. ഓക്കെ, ആ ഗ്ലാസ് സ്ലൈഡിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചീക്കിൻ്റെ സെല്ലിനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തു. വെള്ളം ഒഴിച്ച് അതിന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കുന്നത് മെഥിലീൻ ബ്ലൂ ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ മെഥിലീൻ ബ്ലൂ. നേരത്തെ നമ്മൾ ഉപയോഗിച്ച സാഫ്രാനിനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെഥിലീൻ ബ്ലൂ ആണ്. മെഥിലീൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിൽ ആ സെല്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞു സെല്ലുകൾ വിഷ്വലൈസ് ചെയ്യാൻ ക്ലാരിറ്റി കിട്ടാനാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മെഥിലീൻ ബ്ലൂ ആണ്. ആഫ്റ്റർ 1 മിനിറ്റ്, 1 മിനിറ്റിന് ശേഷം ഇവിടെ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിൻ എന്തിനാണെന്ന് നമുക്കറിയാം, ഉണങ്ങി പോകാതിരിക്കാൻ ഗ്ലിസറിൻ ആഡ് ചെയ്തു. എന്നിട്ട് കവർ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ കവർ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിനെ കവർ ചെയ്തു. ഒരു കവർ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട്, കവർ സ്ലിപ്പ് പറഞ്ഞാൽ ചെറിയ ഗ്ലാസ് ആണ് കേട്ടത്. കവർ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യണം. ഇത് കവർ ചെയ്തു നല്ല വൃത്തിയിൽ എയർ ബബിൾ കയറാത്ത രീതിയിൽ തന്നെ കവർ ചെയ്യണം. ഓക്കെ, ഇനി മൈക്രോസ്കോപ്പിൽ നമ്മൾ വ്യൂ ചെയ്താൽ നമ്മൾ കാണുന്നത് ഇതുപോലെ ആയിരിക്കും. ചീക്ക് സെല്ലാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ ചീക്ക് സെല്ലാണ്. അപ്പോൾ ഇതും നമ്മുടെ നേരത്തെ കണ്ട ഓണിയൻ സെല്ലും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ചാൽ വ്യത്യാസങ്ങളുണ്ട്. സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ സിമിലാരിറ്റീസും ഉണ്ട്. വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നമുക്ക് സിമിലാരിറ്റീസും കാണാൻ സാധിക്കും. സിമിലാരിറ്റിയിലേക്ക് വരുമ്പോൾ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ഇവർക്ക് ഇവിടെ കാണാം. സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഡിഫറൻസസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഷേപ്പിലേക്ക് നോക്കുമ്പോൾ ഇത് പോളിഗൺ ഷേപ്പാണ് കാണുന്നത് അല്ലേ. ഒരുപാട് ഇങ്ങനെ സൈഡ്സ് ഒക്കെ ആയിട്ട് പോളിഗൺ ഷേപ്പിലാണ് കാണാം. എന്നാൽ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു റെക്ടാങ്കിളിൻ്റെ ആകൃതിയിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. റെക്ടാങ്കുലർ ഷേപ്പിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടേക്ക് സെൽ വാള് കൂടി കാണാൻ പറ്റും, സെൽ വാള് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പ്ലാന്റ് സെല്ല് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? സെൽ വാള് കാണാൻ സാധിക്കുന്നുണ്ട്
പ്ലാന്റ് സെൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സെൽ വാൾ കണ്ടു. ആനിമൽ സെല്ല് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽ വാൾ ഇല്ല, സെൽ മെംബ്രെയിൻ ആണ് കാണുന്നത്. സെൽ മെംബ്രെയിൻ വരെ ഉള്ളൂ. എന്നാൽ സെൽ മെംബ്രെയിൻ എവിടെയുണ്ട്? പ്ലാന്റ് സെല്ലിലുണ്ട്. പ്ലാന്റ് സെല്ലിലേക്ക് വരുമ്പോൾ സെൽ മെംബ്രെയിനും ന്യൂക്ലിയസും സൈറ്റോപ്ലാസും കൂടാതെ സെൽ വാൾ ഉണ്ട്. എന്നാൽ ഇവിടെ ആനിമൽ സെല്ലിലേക്ക് വരുമ്പോൾ സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസം ന്യൂക്ലിയസേ കാണുന്നുള്ളൂ. അവിടെ എന്ത് കാണുന്നില്ല? സെൽ വാള് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ 2 എക്സ്പെരിമെൻറ്റ് നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ ഒന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഏരിയ എന്ന് പറയുന്നത്. സോ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ബാച്ചിൻ്റെ കാര്യം. സോ മക്കളെ, എല്ലാവർക്കും വിജയാശംസകൾ. പഴയ ടെസ്റ്റ് ആയിക്കോട്ടെ, പുതിയ ടെസ്റ്റ് ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് പഠിക്കാം. യാതൊരുവിധ ടെൻഷനും വേണ്ട. സൈലം എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.